ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നാളെ വിഷു ആണ്. അപ്പോൾ നാളെ വൈകിട്ട് ഉണ്ടാക്കാനുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായും വിചാരിക്കണം, നമ്മുടെ പ്രിയപ്പെട്ട പൊറോട്ട. അപ്പോൾ നമുക്ക് പുറത്തൊന്നും പോയി ഇപ്പോൾ പൊറോട്ടയൊന്നും കഴിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കാനുള്ള ഒരു നല്ല റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇങ്ങനത്തെ വലിയൊരു ബൗൾ എടുക്കാം കേട്ടോ. ഇത് പൊടി കുഴയ്ക്കാനാണ്. അപ്പോൾ 3 കപ്പ് മൈദപ്പൊടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതുകൊണ്ട് 7 പൊറോട്ടയാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പൊടിയുടെ അളവെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. പിന്നെ മുട്ടയുടെ മണമൊന്നും ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മൈദപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് 3/4 കപ്പ് വെള്ളമാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യം വന്നത്. അപ്പോൾ നമ്മൾ കുറച്ചീശയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ കുറച്ചീശ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒറ്റയടിക്ക് തന്നെ ഇപ്പോൾ 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയിന്ന് വരും. അപ്പോൾ നമ്മൾ ഇത്തിരീശ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് കുഴയ്ക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ ആ ഒട്ടിപ്പിടിക്കലൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ആ ഉള്ളിൽ ഒട്ടിപ്പിടിക്കാണ്ടാവും വെളിച്ചെണ്ണ ഒഴിച്ചാൽ. ഇനി നമുക്കിത് ഈ ബൗളിലിട്ട് കുഴക്കണേക്കാളും നല്ലത് താഴത്ത് ഇതേപോലെ നമ്മളെ കിച്ചൺ സ്ലാബിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് അവിടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് നല്ലത്. അപ്പോൾ നോക്കി, ഞാൻ അങ്ങനെ കുഴച്ചെടുത്തപ്പോൾ അവിടെ ഒട്ടിപ്പിടിച്ചു. അപ്പോൾ ഞാനൊരു കുറച്ച് പൊടിയിട്ട് കൊടുത്തു. ഏകദേശം ഈ ഒരു അളവ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒട്ടിപ്പിടിക്കലൊന്ന് മാറിക്കിട്ടും. നമ്മൾ അധികം പൊടി ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മാവ് ഹാർഡായി പോവും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ആ ഒട്ടി പിടിക്കാതിരിക്കാനുള്ള ഇത്തിരി പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് പാറുവാണ് കേട്ടോ ഇടിച്ച് കുഴക്കുന്നത്. നമ്മുടെ ചോട്ടാ മുംബൈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, മോഹൻലാൽ പൊറോട്ടയ്ക്ക് മാവ് കുഴക്കണത്? അതുപോലെയൊക്കെയാണ് ഞങ്ങൾ കുഴച്ചറിഞ്ഞത്. അപ്പോൾ നമ്മുടെ മാവ് ഇപ്പം അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കണ്ടോ, വളരെ സോഫ്റ്റായിട്ടാണ് നമ്മൾ കുഴച്ചെടുത്തേക്കണത്. ഇതുപോലെ കുഴച്ചെടുക്കണം. ഇത്രയും സോഫ്റ്റായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ കേട്ടോ. ഏകദേശം ഒരു 10-15 മിനിറ്റ് നന്നായി കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ബൗളിലാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മാവ് ഇതിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലും നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ വേണ്ടി വരും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ ടവലിട്ട് കൊടുക്കാം. എന്നിട്ടൊരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇതേ 1.5 മണിക്കൂറാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. 1.5 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ ഇതേ മാവ് നമ്മൾ നേരത്തെ വെച്ചതിനേക്കാളും അളവ് കുറച്ച് കൂടിയിട്ടുണ്ട്. വെച്ചാൽ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഈ സ്ലാബിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം. ഇനി ഇവിടെ ഇട്ടിട്ടാണ് നമ്മൾ പൊറോട്ട റെഡിയാക്കി എടുക്കാൻ പോണത്. അപ്പോൾ ഇവിടെ ഒന്ന് നമ്മൾ കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കിനി ഇത്
ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ, അപ്പോൾ ഈ മാവ് വളരെ സോഫ്റ്റാണ്, മൈദയായി കാരണമാണ് ഇങ്ങനെ. അപ്പോൾ നമ്മളിത് വെക്കാൻ പോണ പാത്രമാണിത്. അപ്പോൾ അതിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ഈക്വലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ഉള്ള മാവ് എടുക്കുക കേട്ടോ. എന്നിട്ട് നോക്കി അടിയിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഉരുളകളാക്കി വെക്കുക. പൊറോട്ട ഉണ്ടാക്കാനുള്ള ഉരുളകളാക്കിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ വെക്കുക കേട്ടോ. നമുക്ക് ഒരു 7 ഭാഗമായിട്ടാണ് കിട്ടിയത്. 7 പൊറോട്ടയ്ക്കുള്ള പോർഷൻ നമുക്ക് കിട്ടി. അതിൻ്റെ മുകളിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക കേട്ടോ. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഈ സ്ലാബും ഇട്ടിങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ കൈ വെച്ച് തന്നെ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. ഇത് മൈദയായി കാരണം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് സ്ട്രെച്ചായിട്ട് വരും കേട്ടോ. പിന്നെ സ്ലാബിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് അത് ഒട്ടിപ്പിടിക്കാണ്ട് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചപ്പാത്തി കോലില്ലേ, അത് വെച്ചിട്ട് നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. ഇപ്പം ഏകദേശം ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഈ മാവിൻ്റെ അടിയിൽ കൂടെ ആ സ്ലാബൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റണം. അത്രയ്ക്കും കനം കുറച്ച് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. ആ കോലുമ്മി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. പിന്നെ ഇങ്ങനെ ഈ ഹോളൊക്കെ വരണത് കുഴപ്പമില്ല, നമ്മൾ ഇങ്ങനെ ഇത് വെച്ചിട്ട് പരത്തുമ്പോൾ ആ ഹോളൊക്കെ പൊക്കോളൂ കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പൊറോട്ട ഉണ്ടാക്കാൻ പോണത് ഇങ്ങനെ അടിച്ചിട്ടല്ല, നമ്മൾ അതിനൊരു വളരെ എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇനി നമുക്ക് ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണ പോലെ വരച്ചിടുക അങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ ഇപ്പം ഈ മാവ് ഫുള്ളിങ്ങനെ മുറിച്ച് കിടക്കുകയാണ് ഈ ഒരു പരത്തി വെച്ചേക്കണത് മുഴുവൻ. അതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം കേട്ടോ. വളരെ കനം കുറച്ചിട്ട് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ പൊറോട്ട കുറേ ലെയറായിട്ട് വരുള്ളൂ കേട്ടോ. ഇനി ഇത് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒതുക്കി ഒതുക്കി കൊണ്ടുവരാം. അപ്പോൾ ഇത് മൈദയായ കാരണം പിന്നെ അതേപോലെ തന്നെ വെളിച്ചെണ്ണയും നല്ലോണം ഉള്ള കാരണം ഇത് ഒട്ടി പിടിക്കൊന്നുമില്ല. നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒതുക്കി ഒതുക്കി കൊണ്ടുവന്നാൽ മതി. ഇതങ്ങനെ എളുപ്പം പൊട്ടിപ്പോവൊന്നുമില്ല കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മെല്ലെ മെല്ലെ അതിങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരാം. ഇത്രയൊക്കെ ആവുമ്പോൾ നമ്മൾ മെല്ലെ അത് ഒരറ്റത്തു നിന്ന് ഇങ്ങനെ പൊക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നടുവിൽ വിടാണ്ട് നമ്മളിങ്ങനെ പൊക്കിയെടുത്തിട്ട് രണ്ടറ്റത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുക. എന്നിട്ട് മെല്ലെ അറ്റത്തു നിന്ന് ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരാം കേട്ടോ. ഞാൻ ചെയ്യണത് മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. അവസാനത്തെ ആ പോർഷൻ ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഇത്ര ഉള്ളൂ നമ്മുടെ പൊറോട്ടയ്ക്ക് ചെയ്യാൻ. കണ്ടോ, ഈ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നീട്ടാം. അപ്പം മൈദയായ കാരണം ഇങ്ങനെ നീണ്ടു വരും. എന്നിട്ട് അറ്റത്തു നിന്ന് ഇങ്ങനെ മടക്കി മടക്കി കൊണ്ടുവരാം. ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരാം. ആ ലാസ്റ്റ് ഉള്ള ആ പോർഷൻ മാത്രം നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അരമണിക്കൂർ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലാണ് അതിലെ ലെയേഴ്സ് വരുള്ളൂ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ സ്ലാബിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. ഇനി ഇത് ഇവിടെ വെച്ച് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ ഈ ഒരു പോർഷൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അപ്പം മെല്ലെ അങ്ങനെ അമർത്തി കൊടുക്കാം. അപ്പോൾ ആ ലെയേഴ്സൊക്കെ കണ്ട അത് പോവാത്ത രീതിയിൽ
വല്ലാതെ കനം കുറയണ്ട, എന്നാൽ വല്ലാതെ കട്ടി വരാനും പാടില്ല. ഇങ്ങനെ ഈ കൈയിൻ്റെ ആ ഒരു പോർഷൻ വെച്ച് നമ്മളിങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ. നമുക്ക് ഒരു പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ആ പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊറോട്ടയ്ക്ക് എപ്പോഴും നന്നായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലാണ് നല്ലോണം സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള കാരണം നമുക്കിത് വേവാൻ സമയമെടുക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പം നന്നായി വെന്ത് വന്നപ്പോൾ നമ്മുടെ ലെയേഴ്സൊക്കെ നന്നായി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പൊറോട്ട വേവായിട്ടുണ്ട്. കണ്ട ഇങ്ങനെ ഒരു കളറ് വരണം. അപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പൊറോട്ട ഉണ്ടാക്കാൻ നോക്കാം. അതും ഇതേപോലെ തന്നെ നമ്മൾ ഈ കൈയിൻ്റെ ആ പോർഷൻ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ പൊറോട്ടയും വേവിച്ചെടുത്തു. ഇനി നമ്മളിങ്ങനെ അടിക്കണം. സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിച്ചടിക്കുമ്പോഴാണ് പൊറോട്ടയുടെ ലെയേഴ്സൊക്കെ കറക്റ്റായിട്ട് വരാം. അപ്പോൾ കണ്ടോ, നമ്മൾ നന്നായി അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പൊറോട്ടയുടെ ലെയേഴ്സ് വന്നത് കാണാം കേട്ടോ. കണ്ടോ, വളരെ സോഫ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണ പോലത്തെ അതേപോലത്തെ പൊറോട്ടയാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി അടിക്കാൻ അറിയില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ആരും പൊറോട്ട ഉണ്ടാക്കാതിരിക്കണ്ട. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.